ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു നോമ്പ് കാലഘട്ടത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യമാണ്. ഇവിടെ മറിയയും സെക്കര്യാവിൻ്റെ ഭാര്യയും എലിസബത്തും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും സംവാദവുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വേദഭാഗം നമുക്കേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ഇന്നെനിക്ക് പങ്കുവയ്ക്കാനുള്ളത് 2 ചിന്താവിഷയങ്ങളാണ്. ഒന്ന്, നിന്ദിച്ചവളെ ചേർത്ത് പിടിച്ച മറിയ, അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ട എലിസബത്തിനെ വന്ദിക്കുന്ന ഒരു മറിയയാണ് ഈ വേദഭാഗത്തിലൂടെ നാം വായിച്ചറിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൂതൻ മറിയോട് ഇത് പറഞ്ഞതിന് ശേഷം മറിയ ബന്ധപ്പെട്ട് എലിസബത്തിനെ കാണുവാൻ വേണ്ടി പോകുകയാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട എലിസബത്തിനെ മറിയ വന്ദിക്കുകയാണ്. മച്ചി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്ന എലിസബത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു മറിയയാണ് ഈ വേദഭാഗത്തിലൂടെ നാം വായിച്ചറിയുന്നത്. പിൻകാലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളവും നാം കാണുന്നതും ഇതുതന്നെയാണ്. നിന്ദിച്ചവളെ അല്ലെങ്കിൽ അവഹേളിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുക്രിസ്തു. ഈ ജീവിതപാഠം യേശുക്രിസ്തു പഠിച്ചത് തൻ്റെ മാതാവിലൂടെയാണ്. നിന്ദിച്ചവളെ ചേർത്ത് പിടിച്ച ഒരു മറിയ. രണ്ടാമതായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 45-ാം വാക്യമാണ്. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന 2 സ്ത്രീകളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒന്ന് എലിസബത്തും, 2 മറിയയും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന 2 സ്ത്രീകളുണ്ട്. അവർ പിൻകാലങ്ങളിൽ ഭാഗ്യവതികളെന്ന് എണ്ണപ്പെടുകയും ചെയ്തു. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് അപ്രകാരം തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിൽ നമുക്ക് വിശ്വസിക്കുവാൻ ഈ നോമ്പ് കാലത്തിൽ സാധിക്കട്ടെ. തുടർന്ന് ജീവിതത്തിൽ നിന്ദിക്കപ്പെടുന്നവരെ, അവഹേളിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുവാൻ ഈ നോമ്പ് കാലത്തിലും ജീവിതത്തിലുടനീളം നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി.